കുറ്റിമുല്ല നിലത്തോ ചട്ടിയിലോ അനായാസം നടാം. രണ്ടായാലും വിളവ് മോശമാകില്ല. 1 സെന്റ് സ്ഥലത്ത് 30 ചെടി വരെ നടാം. നട്ട് 4-5 മാസം മുതൽ വിളവെടുക്കാം. ഒരു ചെടിയിൽ നിന്ന് വർഷം 600 ഗ്രാം മുതൽ 1.5 കിലോ വരെ പൂവ് കിട്ടും. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന തുറസായ സ്ഥലമാണ് മുല്ല വളർത്താൻ നല്ലത്. മുല്ല തണലത്ത് വളർന്നാൽ പൂപിടുത്തം കുറയും. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറ്റവും യോജിച്ചതാണ് കുറ്റിമുല്ല എന്ന കുടമുല്ല. നല്ല നീർവാർച്ച സൗകര്യമുള്ള മണലംശം കൂടുതലുള്ള വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് ഏറ്റവും നന്ന്. ചാലുകളെടുത്ത് മതിയായ ഉയരത്തിൽ വാരം കോരി വേണം തൈകൾ നടാൻ. ആഴത്തിൽ കിളച്ചൊരുക്കിയ സ്ഥലത്ത് മണ്ണ് പൊടിയാക്കി കളകൾ പാടെ നീക്കിയിരിക്കണം. കേരളത്തിൽ നടീലിന് യോജിച്ച സമയം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ്. തണ്ടുകൾ മുറിച്ചതോ വേരുപിടിപ്പിച്ച ശേഷം മുറിച്ചെടുത്തതോ ആണ് നടീൽ വസ്തു. മുറിപ്പാടുകളിൽ സെറാഡിക്സ് പോലുള്ള ഹോർമോൺ പൊടി പുരട്ടിയിട്ട് നട്ടാൽ വേഗം വേരുപിടിക്കും. തുടർന്ന് പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടുകളിൽ നടാം. ഇതേ രീതിയിൽ മണ്ണിൽ നട്ടാലും വേര് പിടിപ്പിച്ചെടുക്കാം. ഇങ്ങനെ മുറിത്തണ്ടുകൾക്ക് വേരുപിടിപ്പിക്കാൻ യോജിച്ച സമയം ജൂൺ ജൂലൈ മുതൽ ഒക്ടോബർ നവംബർ വരെയാണ്. നട്ട് 90 മുതൽ 120 ദിവസം ആകുന്നതോടെ തൈകൾ മാറ്റി നടാം. മഴയില്ലെങ്കിൽ ദിവസവും നന നിർബന്ധമാണ് എന്നോർക്കുക. മുല്ല നട്ട് 4 മാസം കഴിഞ്ഞാൽ മൊട്ടിട്ട് തുടങ്ങും. 10 മാസം ആകുന്നതോടെ നിറയെ പൂക്കൾ തരാറാകും. 2-ാം വർഷം ആകുമ്പോഴേക്കും കുറ്റിമുല്ല ചെടി ഒരു പുഷ്പറാണിയായി മാറിക്കഴിഞ്ഞിരിക്കും. എല്ലാ വർഷവും കൊമ്പുകൾ മുറിച്ചു നിർത്തിയാലേ മുല്ലയിൽ നിറയെ പൂക്കൾ പിടിക്കുകയുള്ളൂ. ഇതിന് പ്രൂണിംഗ് എന്നാണ് പറയുക. നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ കൊമ്പ് കോതാം. ചുവട്ടിൽ നിന്ന് 1/2 മീറ്റർ ഉയരത്തിൽ ചരിച്ചു മുറിക്കുക. മുറിപ്പാടിൽ ബോഡോ മിശ്രിതം പുരട്ടുക. വളം ചേർക്കുക. നനയ്ക്കുക. മുല്ലച്ചെടികൾക്കിടയിൽ കളകൾ വളരാൻ അനുവദിക്കരുത്. നീർവളങ്ങൾ ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ ചെടിക്കും വർഷത്തിലൊരിക്കൽ 3 കുട്ട പൊടിഞ്ഞ കാലിവളം ചേർത്തിട്ട് പുറമെ 17:17:17 പോലുള്ള ഏതെങ്കിലും രാസവള മിശ്രിതം 2 ആഴ്ച കൂടുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് ഇടയിളക്കി നനയ്ക്കുകയുമാവാം. കുറ്റിമുല്ല ചാക്കിലും ചട്ടിയിലുമെല്ലാം വളർത്താം. മൺചട്ടിയോ സിമന്റ് ചട്ടിയോ ആകാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യ അളവിൽ ചേർത്ത മിശ്രിതം നിറച്ച് അടിവളമായി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവയും ചേർത്താൽ ചട്ടിയിൽ വളർത്താവുന്നതേ ഉള്ളൂ. ചാക്കിലായാലും ചട്ടിയിലായാലും ആവശ്യത്തിന് വളവും നനയും നൽകിയാൽ കുറ്റിമുല്ല ധാരാളം പൂക്കൾ തരും. വീട്ടിൽ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന ടെറസ് ഇതിന് യോജിക്കുന്ന സ്ഥലമാണ്. ജീവാമൃതം എന്ന ജൈവവളക്കൂട്ട് കുറ്റിമുല്ല ചെടികളെ കരുത്തോടെ വളരാനും നിറയെ പൂ പിടിക്കാനും പ്രേരിപ്പിക്കുന്നതായി കണ്ടിരിക്കുന്നു. ചെടി നട്ട് പുഷ്പിക്കൽ പ്രായമായാൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഏറ്റവും അധികം പൂക്കൾ കിട്ടുക. ഒരു ചെടിയിൽ നിന്ന് ഒരു ദിവസം 10 മൊട്ടുകൾ ലഭിച്ചാൽ പോലും തരക്കേടില്ലാത്ത വിളവ് 1 സെന്റ് സ്ഥലത്തെ കുറ്റിമുല്ല കൃഷി തരും എന്നുറപ്പ്. പൂക്കൾ അതിരാവിലെയാണ് പറിക്കുക. ഇവയുടെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റ് വിരിച്ച ശേഷം പൂക്കൾ അടുക്കാറ് പതിവുണ്ട്. മൃദുലമായ പൂക്കളെ ടിഷ്യൂ പേപ്പർ കൊണ്ട് പൊതിഞ്ഞും പൂക്കൾക്കിടയ്ക്കുള്ള സ്ഥലത്ത് ഈർപ്പമുള്ള കനം കുറഞ്ഞ കടലാസ് വെച്ചും അവയെ സംരക്ഷിക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് പൂക്കൾ അയക്കാൻ കൊഗേറ്റ് ഫൈബർ ബോർഡ് പെട്ടിയിലും മറ്റും പൂക്കൾ അടുക്കുന്നവർ പെട്ടിയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെറിയ പാക്കറ്റുകളിലാക്കി ഇടുന്നത് പതിവുണ്ട്. പൂക്കൾ എത്തിലീൻ വാതകം ഉൽപ്പാദിച്ച് സ്വയം വാടുന്നത് തടയാനാണിത്. ഇങ്ങനെ സംരക്ഷിക്കുന്ന പൂക്കൾ വേഗം കേടാകുകയില്ല. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.